വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ റൂട്ടിലാണ് പോകുന്നത്. ചെങ്കോട്ട വഴി നമ്മൾ മധുരയ്ക്കാണ് പോകുന്നത്. ഒരു പണ്ട് മുതലേ കിട്ടുന്നുണ്ട് ഈ ഒരു റൂട്ട് അടിപൊളി റൂട്ടാണെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റൂട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനാണ് നമ്മളിന്ന് പോകുന്നത്. പറ്റുവാണെങ്കിൽ സമയം ഉണ്ടെങ്കിൽ മധുര മീനാക്ഷി ടെമ്പിളും കൂടെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകാം. നമ്മുടെ ട്രെയിൻ ആക്ച്വലി മധുരൈ എക്സ്പ്രസ് ആണ്. അത് പകുതിയും ജനറലാണ്, നമ്മളത് നോക്കിയിരുന്നില്ല. അപ്പോൾ നമുക്ക് ആ 2 സ്ലീപ്പർ ഒരു AC ബാക്കി ജനറലാണ് വരുന്നത്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. S1 എനിക്ക് സീറ്റ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി വന്നിട്ട് നോക്കാം. നമ്മൾ നേരത്തെ വന്നേക്കാണ്. ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ പോകും. നമ്മുടെ ട്രെയിൻ 7:55 8 മണിക്കാകുമ്പോഴത്തേക്കും എത്തിയിരിക്കും. WAP42281 ആണ് ലോഗോ വരുന്നത്. 5 മിനിറ്റിന്റെ ഫോൾട്ടോട് കൂടി നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് മധുര എക്സ്പ്രസ് എടുത്തേക്കാണ്. ആകെ 2 സ്ലീപ്പർ കോച്ചും ഒരു AC കോച്ചും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ജനറലാണ്. എല്ലാം നിറച്ച ആള്, ഭയങ്കര ഉള്ളു. ഇവിടെ ആളിരിക്കായിരുന്നു. അപ്പം എൻ്റെ സീറ്റാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒറ്റയ്ക്കുള്ളൂ, എത്ര പേരുണ്ട് എന്നൊക്കെ ഉള്ള ചോദ്യം പറച്ചിലൊക്കെ ആയി എൻ്റെ സീറ്റ് ഇരുന്നു. ഈ ട്രെയിനിൻ്റെ മുക്കിലും മൂലയിലും സ്റ്റോപ്പ് ഉണ്ട് ഗൈസ്. ഇവിടുന്ന് വിട്ടാൽ എറണാകുളം കഴിഞ്ഞ് തൃപ്പൂണിത്തറ, മുളന്തുരുത്തി, വൈക്കം, പിറവ, കുറുപ്പുന്തറ അങ്ങനെ സകലമായ സ്റ്റേഷനിലും സ്റ്റോപ്പ് ഇട്ട്. വൈകിട്ട് 7 മണിയാവും നമ്മൾ മധുര എത്തുമ്പോഴത്തേക്കും. ആക്ച്വലി നമ്മൾ ചെങ്കോട്ട റൂട്ട് ഒന്ന് കവർ ചെയ്യാനായിട്ടാണല്ലോ. അപ്പം കുഴപ്പമില്ല. ഒരു 11 ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും ചെങ്കോട്ട ആകും. നമ്മളിത് ട്രെയിനിൽ 423 കിലോമീറ്ററാണ് കവർ ചെയ്ത് മധുരയിൽ എത്താൻ പോകുന്നത്. ഈ ട്രെയിനിന് ഒരാൾക്ക് സ്ലീപ്പർ ടിക്കറ്റ് ചാർജ് 265 രൂപയാണ് വന്നേക്കുന്നത് മധുര വരെ, എറണാകുളം ടു മധുര. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പായ തൃപ്പൂണിത്തറ എത്തിയേക്കാണ്. ഈ എറണാകുളം കോട്ടയം റൂട്ട് നല്ല കിടിലം വഴിയാണ്. പാടങ്ങളും റിവേഴ്സും ഒക്കെ ആയിട്ട് നല്ല രസമാണ് ഈ വഴി യാത്ര ചെയ്യാൻ. ഞാൻ സ്ഥിരമായിട്ട് ഈ വഴി യാത്ര ചെയ്യുന്നതാണ്. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നത് ഈ വഴിയാണ്. അപ്പോൾ ഈ വഴി പോകുന്നവർക്കറിയാം നല്ല രസമാണ് ഈ വഴി യാത്ര ചെയ്യാനായിട്ട്. വെളുപ്പിനൊക്കെ ഈ വഴി പോവുകയാണെങ്കിൽ നല്ല രസമാണ്. മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല രസമാണ് ഈ ഒരു റൂട്ട് കാണാനായിട്ട്. പത്തനംതിട്ടയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ തിരുവല്ലയാണെങ്കിലും നമ്മൾ പത്തനംതിട്ടക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് ചെങ്ങന്നൂർ തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ആക്സസബിൾ നമുക്ക് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഇത് കർമ്മി റെയിൽവേ സ്റ്റേഷനാണ് കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ആസ് യൂഷ്വൽ ബ്രെഡും സ്പ്രെഡും ആണ്. പക്ഷെ ഇന്നൊരു ചെറിയ ചേഞ്ച് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ന്യൂട്ടല്ല ട്രൈ ചെയ്യുന്നത്. ഞാൻ നോർമലി വാങ്ങുന്നത് ഹെർഷീസിന്റെ സ്പ്രെഡാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഒന്ന് ന്യൂട്ടല്ല വാങ്ങി നോക്കാം എന്ന് വിചാരിച്ചിട്ട് ന്യൂട്ടല്ല വാങ്ങി നോക്കി. കൊള്ളായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പക്ഷെ ഇതൊന്നും അധികം കഴിക്കുന്നത് നല്ലതല്ല എന്നെനിക്കറിയാം. എന്നാലും നമുക്ക് ട്രെയിനിൽ പോകുമ്പോഴത്തേക്കും ജാം, ബ്രെഡ് ജാം അല്ലെങ്കിൽ സ്പ്രെഡ് ഒക്കെ യൂസ് ചെയ്യാൻ മീൻസ് വാങ്ങിക്കൊണ്ട് പോകാനാണ് നമുക്ക് പറ്റുള്ളൂ. അധികം ദൂരം പോകുമ്പോഴത്തേക്കും. അല്ലാത്ത പക്ഷം നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ പറ്റും. പക്ഷെ എനിക്ക് അന്ന് രാവിലെ സമയം കിട്ടാഞ്ഞുകൊണ്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കിയിരുന്നില്ല. ഈ കാണുന്ന റൂട്ടും സ്റ്റേഷനും ഒക്കെ ഉണ്ടല്ലോ, കൊല്ലത്തിന് മുമ്പായിട്ടുള്ള കിടിലം വഴിയാണ്. മൺട്രോത്തുരുത്താണ് സ്റ്റേഷന്റെ പേര്. അടിപൊളി സ്റ്റേഷനും ആ വഴിയും അടിപൊളിയാണ്. നമുക്ക് കടലൊക്കെ കാണാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ കേരളത്തിലെ 2ാമത്തെ വലിയ റെയിൽവേ സ്റ്റേഷൻ എത്തിയേക്കാണ്, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് നമ്മൾ ചെങ്കോട്ട റൂട്ടിലോട്ട് ഡൈവേർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ട്രിവാൻഡ്രം റൂട്ടല്ല പോകുന്നത്, വേറെ റൂട്ടിലോട്ടാണ് ഡൈവേർട്ട് ചെയ്താണ് പോകുന്നത്. ചെങ്കോട്ട, പുനലൂർ ആ ഒരു വഴിയിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ വണ്ടി എടുത്തേക്കാണ്. നമ്മുടെ എൻജിനൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. എൻജിൻ ചേഞ്ച് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മുടെ വണ്ടി പൊക്കോണ്ടിരിക്കുന്നത്.
അങ്ങനെ നമ്മൾ കൊല്ലം കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റേഷനിലെത്തിയേക്കാണ്. കിളിക്കൊല്ലു എന്നാണ് സ്റ്റേഷൻ്റെ പേര്. കിളിക്കൊല്ലു ഇവിടെ കിളിക്കൊല്ലുന്ന ഊരാണ് കിളിക്കൊല്ലു. ഈ ട്രെയിനാണെങ്കിൽ ഒരുമാതിരി പാസഞ്ചറിനെ പോലെ മുക്കിന് മൂലയ്ക്ക് സ്റ്റോപ്പുണ്ട്. ഒരു സ്റ്റേഷനില്ല സ്റ്റോപ്പില്ലാത്തത്. നമ്മളങ്ങനെ കൊട്ടാരക്കര എത്തി. നമ്മൾ ആ ചെങ്കോട്ട റൂട്ട് കയറുമ്പോഴത്തേക്കും ഒരു 2 മണിക്ക് ആവുമായിരിക്കും. എല്ലായിടത്തും സ്റ്റോപ്പുണ്ട്. എന്ത് ചെയ്യാനാന്ന് എനിക്ക്. എന്റെയൊക്കെ വീടിന്റെ പണ്ടത്തെ എന്റെ കൊച്ചിലത്തെ ഞങ്ങളുടെ ആ ഏരിയയിൽ അടുക്കൂടെ ഒരു റെയിൽവേ ട്രാക്ക് വന്ന ഫീൽ കിട്ടുന്നത് എനിക്ക് വഴി പോകുമ്പോൾ നല്ല രസമുണ്ട്. നാടിന്റെ ഈ കിടക്കുന്ന ലോക്കറാണ് നമ്മുടെ ട്രെയിനിന്റെ ബാക്കിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്ന ബാങ്കർ എഞ്ചിൻ. അങ്ങനെ നമ്മൾ പുനലൂരിൽ നിന്ന് ഒരു ഊണ് വാങ്ങിയിട്ടുണ്ട്. നെയ്മർത്തൊക്കെയുള്ളൊരു ഊണാണ്. നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി പുള്ളി പറയുന്നത് ഒരു TTക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. TT ക്യാൻസൽ ചെയ്താണോ അങ്ങനെ എന്തോ പറഞ്ഞത്. അപ്പം നല്ല ഊണാന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം. എന്തോ ഒരു കറിയുണ്ട്, മോരുണ്ട്, പിന്നെ ഒരു കറി, ആ മീൻ ചാറാട്ടോ. മോര്, മീൻ വറുത്തത്, സാമ്പാർ, മീൻചാറ്, ഭയങ്കര സംഭവമല്ല. ഓക്കെ. അങ്ങനെ നമ്മുടെ ബാക്കിൽ ബാങ്കറിലൊക്കെ പിടിപ്പിച്ചിരിക്കുകയാണ്. ഇനി അല്പസമയത്തിന് ശേഷം പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ട്രെയിൻ പുറപ്പെടുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ട്രെയിൻ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തേക്കാണ്. ഈ ഏരിയയിൽ വരുന്ന എല്ലാ റെയിൽവേ സ്റ്റേഷനും ഭയങ്കര വൃത്തി, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല രസമുണ്ട് കാണാനായിട്ട് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും. കൊല്ലം കഴിഞ്ഞിങ്ങോട്ടുള്ള സകലമാന റെയിൽവേ സ്റ്റേഷൻ കാണാൻ ഭയങ്കര ഭംഗി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മിനറൽ വാട്ടർ, റെയിൽവേയുടെ മിനറൽ വാട്ടറിന് 14 രൂപയാക്കിയിട്ടുണ്ട്. നേരത്തെ 15 ആയിരുന്നു, 14 രൂപയുള്ളൂ. ഞാൻ വിചാരിച്ചു ഭയങ്കര ചൂടായിരിക്കുന്നു, പക്ഷെ അത്യാവശ്യം നല്ല കാലാവസ്ഥ, ഒരു മഴക്കോളൊക്കെ ആയിട്ടുള്ളൊരു കാലാവസ്ഥ. നല്ല സ്ഥലം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു റൂട്ട് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പേഴ്സണൽ ഫേവറേറ്റ് ഇതുപോലെ വെസ്റ്റേൺ ഗാട്സ്, കൊങ്കൺ റെയിൽവേ, ഈ കാട്, മല, പുഴ, കൊക്ക, പിന്നെ ഗുഹ, അതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്. വീടുകളുടെ മുറ്റത്തെ സ്റ്റേഷൻ, എടമൺ സ്റ്റേഷൻ. എന്ത് വേണം? എൻ്റെ ആഗ്രഹം തന്നെയാണ് എൻ്റെ വീടിന് മുറ്റത്തൊരു റെയിൽവേ സ്റ്റേഷൻ, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുറയിൽ എൻ്റെ വീട്. ഇങ്ങനെയുണ്ട്. നല്ല രസമുള്ള റെയിൽവേ സ്റ്റേഷൻ. സുഖമല്ല ഇവിടെ ഉള്ളവർക്ക്. വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങുക, സ്റ്റേഷനിലോട്ട് വണ്ടി വരിക, കയറുക, അങ്ങനെ കണ്ടോ. നമ്മൾ പോകുന്ന ഈ ഒരു വണ്ടി പുനലൂരിൽ നിന്ന് ചെങ്കോട്ട വഴിക്കും ബാക്ക് എഞ്ചിൻ പിടിപ്പിക്കുന്നുണ്ട്. ബാങ്കർ എഞ്ചിൻ എന്നാണ് ഈ ഒരു എഞ്ചിനെ പറയുന്നത്. നമ്മൾ ഈ പോകുന്ന റൂട്ട് ഓൾമോസ്റ്റ് കയറ്റം കയറിയാണ് പോകുന്നത്. മലയുടെ ഒക്കെ സൈഡിൽ കൂടെ, മലമുകളിൽ കൂടെ ഒക്കെ ആണല്ലോ പോകുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിലൊരു എഞ്ചിൻ സപ്പോർട്ടിന് എന്തായാലും ആവശ്യമുണ്ട്, സ്ലിപ്പ് ആവാതിരിക്കാനും. അതേപോലെ തന്നെ ഫ്രണ്ടിലെ എഞ്ചിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു എഞ്ചിൻ നമ്മൾ ഇതിൽ പിടിപ്പിക്കുന്നത്. പുനലൂരിന്ന് അറ്റാച്ച് ചെയ്യുന്ന ഒരു ബാക്ക് എഞ്ചിൻ നമ്മുടെ ചെങ്കോട്ട ആകുമ്പോഴത്തേക്കാണ് നമ്മൾ ഡിറ്റാച്ച് ചെയ്യുന്നത്. നമ്മുടെ ചെങ്കോട്ട സ്റ്റേഷനൊക്കെ ആകുമ്പോഴത്തേക്കും വെസ്റ്റേൺ ഗാട്സ് കഴിയും. ഇത് ഫുള്ള് ഭയങ്കര ഇങ്ങനെ എസ് പോലത്തെ വളവും കയറ്റവും ഒക്കെയാണ്. വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ റൂട്ട് ഇൻ കേരള. കിട്ടില്ല റൂട്ട്. ദേ നോക്ക്, ടൂറിസത്തിനോട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു.
നമ്മൾ ഈ കൊങ്കൺ റെയിൽവേയിൽ കൊടുക്കുന്ന ഹൈപ്പ് എന്തുകൊണ്ട് ഇതിന് കൊടുക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അമ്മാതിരി ബ്യൂട്ടിഫുൾ റോഡ്, നല്ല രസമുണ്ട്. നമ്മൾ ഈ പോകുന്ന കൊല്ലം ചെങ്കോട്ട റൂട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. 100 വർഷത്തിനടുത്ത് പഴക്കമുള്ള റൂട്ടാണ് ഈ കൊല്ലം ചെങ്കോട്ട റൂട്ട്. കേരളത്തിലെ ഹിസ്റ്റോറിക് റൂട്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു റൂട്ടാണിത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് വന്ന റൂട്ടാണ് ഈ കൊല്ലം ചെങ്കോട്ട റൂട്ട്. അന്നത്തെ കാലത്ത് മീറ്റർ ഗേജ് ആയിരുന്നു ഈ ഒരു റൂട്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ബ്രോഡ് ഗേജ് റൂട്ടായിട്ട് മാറിയത്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വെസ്റ്റേൺ ഗാർഡ്സിലൂടെ പോകുന്ന കുറച്ച് ലൈനുകളിൽ ഒന്നാണ് ഈ ഒരു റൂട്ട്. കേരളത്തിനെയും തമിഴ്നാടിനെയും കണക്ട് ചെയ്യുന്ന റൂട്ടും കൂടെയാണ് ഈ ഒരു റൂട്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരു എഞ്ചിനീയറിംഗ് മാർവൽ എന്ന് പറയാൻ പറ്റിയ ഒരു റൂട്ടാണ് ഈ ഒരു റൂട്ട്. 13 ടണൽസും 5 മേജർ ബ്രിഡ്ജുകളുമാണ് ഈ ഒരു റൂട്ടിലുള്ളത്. ഈ കാലാണ് നമ്മൾ അവിടെ I think we are again going to enter in a guha. നോയിക്ക് നമ്മൾ എന്ത് മേളിക്കൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നതെന്ന്, എന്ത് ഹൈറ്റിലൂടെയാണ് നമ്മുടെ ട്രെയിൻ പൊക്കോണ്ടിരിക്കുന്നത്. നമുക്ക് ഈ റോഡിലെ മേജർ അട്രാക്ഷൻ എന്ന് പറയുന്നത് 13 കണ്ണറ പാലം, 13 ആർക്ക് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. നൂറ് വർഷം പഴക്കമുള്ള പാലമാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ ഒരു ബ്രിഡ്ജ് പണിഞ്ഞേക്കുന്നത്. അതേപോലെ ഇതിന്റെ സൈഡിൽ കൂടെ തന്നെയാണ് NH റോഡും പോകുന്നത്. ഇതുവഴി ട്രെയിനിൽ കൂടെ പോകാനാണെങ്കിലും അതേപോലെ റോഡിൽ കൂടെ പോകാനാണെങ്കിലും അടിപൊളി വ്യൂ ആണ്. ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു റൂട്ടാണ് കൊല്ലം ചെങ്കോട്ട ഈ ഒരു റൂട്ട്. ഇത് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് ആണെന്നാണ് നമ്മുടെ കൂടെ ഉള്ള അച്ഛൻ നമ്മളോട് പറഞ്ഞത്. ഇത് മൂടിയിട്ടേക്കുന്ന സ്ഥലങ്ങളാണ്. നമുക്കിനി ഒരു വട്ടം ഇതിന് ബൈക്കിന് വരണം. നമ്മുടെ വണ്ടി ആര്യങ്കാവിൽ നിന്ന് എടുത്തു. ആര്യങ്കാവാന്ന് തോന്നുന്നു.
കേരളത്തിലെ ലാസ്റ്റ് സ്റ്റോപ്പ്. കേരളത്തിലെ അവസാന റെയിൽവേ സ്റ്റേഷനായ ആര്യങ്കാവിലോട്ട് നമ്മുടെ ട്രെയിൻ കയറിയേക്കാണ്. ഇനി അടുത്തത് നമ്മൾ തമിഴ്നാട്ടിലായിരിക്കും. അങ്ങനെ നമ്മൾ സെങ്കോട്ടൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേക്കാണ്. ഇവിടെ 5 മിനിറ്റ് ഹോൾട്ടാണ് ഉള്ളത്. ഇവിടെ നിന്ന് ഈ എൻജിൻ ചേഞ്ച് ആവുമോന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അടുത്ത സ്റ്റേഷൻ തെങ്കാശിയാണ്. നല്ല കിടില റെയിൽവേ സ്റ്റേഷൻ കേട്ടോ, നല്ല വൃത്തി. നമ്മള് തഞ്ചാവൂർ പോയില്ലേ, തഞ്ചാവൂരിനെ പോലെ ഒരു റെയിൽവേ സ്റ്റേഷൻ, നല്ല രസമുണ്ട്. നമ്മുടെ കൊല്ലം സെങ്കോട്ടൈ റൂട്ടിലെ വെസ്റ്റേൺ കാണിച്ച് തീർന്ന ലാസ്റ്റ് സ്റ്റേഷനാണ് സെങ്കോട്ടൈ. ഇപ്പം പുതിയതായിട്ട് കാണുന്ന സ്റ്റേഷനുകളെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. നോർത്തിൽ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. സെങ്കോട്ടൈ റെയിൽവേ സ്റ്റേഷന് ശേഷം എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കുറെ പാടങ്ങളും അതേപോലെ കാറ്റാടികളും മയിലുകളും ഒക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ സീനറി തന്നെയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നേരം ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ടെറൈൻ എൻറ്റയർലി മാറുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഷിഫ്റ്റ് വിഷ്വലൈസേഷൻ അടിപൊളിയാണ്. കാരണം ഇത്രയും നേരം നമ്മൾ കാടും മലയൊക്കെ കടന്നു വന്നിട്ട് ഡയറക്റ്റ് നമ്മൾ പാടവും കാറ്റാടികളും മയിലുകളും ഇഷ്ടംപോലെ കുരങ്ങളൊക്കെ കാണുമ്പോഴേക്കും നല്ല രസമാണ്. ഈ 100 വർഷത്തെ ഹിസ്റ്ററി ഉള്ള ഈ ഒരു റൂട്ട് എന്തുകൊണ്ട് ഗവൺമെന്റ് ഒരു ടൂറിസത്തിലേക്ക് മാറ്റുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയും മനോഹരമായിട്ടൊരു റൂട്ട് നമ്മൾ കേരളത്തിൽ തന്നെ ഉണ്ടാകുമ്പോൾ അത് ഒന്നുകൂടി നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കാനും അതൊരു ടൂറിസം ആക്കാനും ഒക്കെ അടിപൊളിയായിരിക്കും. പക്ഷെ അത് ഗവൺമെന്റ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ക്രാക്കർ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ശിവകാശിയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത്. ഇന്ത്യയിലേക്കുള്ള 80% ഓഫ് ക്രാക്കേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ശിവകാശിയിലാണ് കേട്ടോ. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ മധുരൈ ജംഗ്ഷനിൽ എത്തിയേക്കാണ് ഗൈസ്. അടിപൊളി ജേർണിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു റൂട്ട് എക്സ്പീരിയൻസ് ചെയ്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആക്ച്വലി നമ്മൾ ഒരു പ്ലാനിങ് ഇല്ലാതെ കേട്ടോ മധുരയ്ക്ക് വന്നത്. നമ്മുടെ സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് സെങ്കോട്ട വഴി ട്രാവൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചു, അങ്ങനെ വന്നതാണ്. നിങ്ങൾക്കും പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത്.